ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെ രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ സച്ചി റൂമിലേക്ക് കയറി വന്നു. പുറകെ രേവതിയും പേടിച്ചാണ് വരുന്നത്. എവിടെ നിന്ന് കിട്ടി നിനക്ക് ആ കാശ് എന്ന ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ രേവതി പതറി. എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ കാശ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്, മിച്ചം പിടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു നൂറ് കള്ളങ്ങൾ അവൾ പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സച്ചിക്ക് അറിയാലോ, സച്ചി കൊടുക്കുന്ന കാശിൽ നിന്നും എത്ര രൂപ മിച്ചം പിടിക്കാൻ സാധിക്കുമെന്ന്. സച്ചി പറഞ്ഞു, നീ മിച്ചം പിടിച്ചത് എത്രയാന്നൊക്കെ എനിക്കറിയാൻ പറ്റും. ഞാൻ അത്രമാത്രം കാശൊന്നും തരുന്നുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എവിടെ നിന്ന് നിനക്ക് ഇത്രയും കാശ് കിട്ടി? ഇതിനുത്തരം പറയേണ്ടത് നിന്റെ കടമയാണ്. എവിടെ നിന്ന് ഈ കാശ് കിട്ടി? അപ്പോഴേക്ക് രേവതി പറഞ്ഞു, എന്തായാലും അവിടെ വെച്ച് എന്നെ നിങ്ങൾ രക്ഷിച്ചല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അച്ഛനാകെ സങ്കടപ്പെടും, അതുകൊണ്ടാണ്. സത്യം പറ, ഇതെവിടെ നിന്ന് കിട്ടി നിനക്ക് കാശ്? അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. നീ ഇതേ വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്ക് അവൾ പറഞ്ഞു, സച്ചിനെ പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ടവലെടുത്ത് കയ്യിലേക്ക് കൊടുക്കുക. അപ്പോഴേക്ക് അവൻ കണ്ടു കയ്യിൽ വളയില്ല എന്നത്. ഈ കൈ കിടന്ന വള എന്തിയേ? അപ്പോൾ അത് ഊരി വെച്ചേക്കുക. എവിടെ ഊരി വെച്ചു? അലമാരിയിലോ അതോ ആ കടയിലോ? എവിടെയൊന്ന് ഊരി വെച്ചേക്കണേ? ആരോട് ചോദിച്ചിട്ടാണ് നീ പണയം വെച്ചത് എന്നൊക്കെ ചോദിച്ച് അവൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. രേവതിക്ക് ഉത്തരവില്ല. രേവതി തലയെ കുനിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുക. ഞാൻ മറ്റെന്ത് ചെയ്യാനാ എന്നിങ്ങനെ ചോദിച്ചു. നിങ്ങളുടെ ഏട്ടനും ശ്രുതിയൊക്കെ വീട്ടു ചെലവിനുള്ള കാശ് അമ്മയെ ഏൽപ്പിച്ചു. അമ്മ നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് വല്ലാതെ പരിഹസിച്ചു എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യം പറയുക. നിങ്ങൾ അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല, അതാണ് ഞാൻ കാശ് കൊടുത്തത്. അത് 2 ദിവസം കഴിഞ്ഞിട്ടാണേലും കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഇന്ന് തന്നെ കൊടുക്കണമെന്ന് എന്തായത് നിർബന്ധം? ഞാൻ കൊടുത്തോളില്ലായിരുന്നോ? എങ്ങനെ കൊടുക്കും? സച്ചിന് ഇപ്പോൾ ജോലിയൊന്നും ഇല്ലല്ലോ. കാശ് കൊടുത്തില്ലെങ്കിൽ ദിവസവും അമ്മ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കില്ലേ? പരിഹസിക്കില്ലേ? അപമാനിക്കില്ലേ? എനിക്കത് കേൾക്കുമ്പോൾ വിഷമാവും. കാശ് കൊടുത്തില്ല എങ്കിൽ തോറ്റു പോകുന്നത് സച്ചേട്ടൻ തന്നെയല്ലേ? മാത്രമല്ല അവർ ബഹുമാനിക്കില്ല നിങ്ങളെ. അവരെന്നെ ബഹുമാനിക്കണ്ട, എനിക്കത് വിഷയമല്ല. അപ്പം രേവതി പറഞ്ഞു, എനിക്കതൊരു വിഷയമാണ്. നിങ്ങളെ ആരും അപമാനിക്കാൻ പാടില്ല, എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കണം, അതാ എൻ്റെ ആഗ്രഹം. അപ്പം അമ്മ എന്നെ കുറ്റം പറയും, അതിൽ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. എനിക്കിതിപ്പോൾ ഒരു ശീലമായി. അപ്പം അമ്മ പറയുന്നത് നിങ്ങൾക്ക് കേട്ടിരിക്കാം, പക്ഷേ എനിക്ക് അങ്ങനെ കേട്ടിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ എനിക്കത് കേട്ടിരിക്കാൻ പറ്റില്ല. അതാ ഞാൻ വേഗം പണയം വെച്ച് കാശ് കൊടുത്തത്. എന്നാലും വള പണയം വെച്ച് എന്ന് സച്ചി പറഞ്ഞപ്പോൾ നമുക്കത് പിന്നെ തിരിച്ചെടുക്കാമല്ലോ, സാരില്ല. സച്ചി എന്നിട്ട് ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ രേവതിയും തൊട്ടരികിൽ ഇരുന്നിട്ട് ചോദിച്ചു, രാവിലെ ജോലി അന്വേഷിച്ചിറങ്ങിയതല്ലേ, എവിടെയെങ്കിലും ജോലി കിട്ടുമോ? കിട്ടി. എന്ത് ജോലി? ഡ്രൈവിംഗ്. വേറെന്ത് ജോലി എനിക്കറിയാവുന്നത്? നാളെ രാവിലെ 5 മണിക്ക് എനിക്ക് പോകണം. രാവിലെ എന്നെ വിളിക്കണം കേട്ടോ. അപ്പോഴേക്കും അവൾ പറഞ്ഞു, ഞാൻ വിളിക്കാം. അവൾക്ക് സന്തോഷമായി, എന്തായാലും ജോലി കിട്ടിയല്ലോ, ആ ഒരു സന്തോഷം. അതെ, ഒരു കാര്യം പറയാനുണ്ട്. ഞാനേ കാറിൻ്റെ കാര്യം ഒന്നും നീ പറയണ്ട. പിന്നെ നിൻ്റെ വള ഞാൻ ശമ്പളം കിട്ടിയിട്ട് എടുത്തരാം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്ക് രേവതി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടാണ്. അങ്ങനെ ഇവൻ കുളിക്കാനായിട്ട് കയറിപ്പോയി. എന്തായാലും നമ്മുടെ ശ്രുതി ഫോണിൽ തോണ്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് കയറി ചെന്നു. ശ്രുതി, നീ ഇവിടെ ഇരുന്ന്, നീ പറഞ്ഞില്ല എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്? ഫോൺ ചെയ്യുമ്പോൾ പറഞ്ഞായിരുന്നല്ലോ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. എന്താ സർപ്രൈസ്? ഞാനത് മറന്നു. കണ്ണടച്ചേ. അപ്പോഴേക്കും ശ്രുതി കണ്ണടച്ചു കേട്ടോ. ശ്രുതി കണ്ണടച്ച് സർപ്രൈസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോഴേക്കും ശ്രുതി കണ്ണടച്ച് സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ശ്രുതി പോയി എന്തൊക്കെയോ സാധനം എടുത്തുകൊണ്ട് പതുക്കെ അവൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് ഒരു പെർഫ്യൂമാണ് കേട്ടോ, മണപ്പിച്ച് കൊടുക്കുകയാണ്. ഇതെന്താണെന്നറിയോ? മുല്ലപ്പൂ. ഇതങ്ങോട്ട് കണ്ണ് തുറന്നേ. മുല്ലപ്പൂ അല്ല, പെർഫ്യൂം. പെർഫ്യൂം കൊള്ളാലോ എന്നും പറഞ്ഞിട്ട് നല്ല അടിപൊളി പെർഫ്യൂം. കുറേ നാളായിട്ട് ഞാനിത് മേടിക്കണമെന്ന് ആഗ്രഹിക്കുക, അതല്ലേ ഞാനിത് വാങ്ങിച്ചത്. അല്ല, ഇതിന് നല്ല വിലയുണ്ടല്ലോ. ഇതെന്താ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണോ? ഇവിടെ കിട്ടത്തില്ലല്ലോ. ശ്രുതിക്ക് ഗിഫ്റ്റ് തരണമെന്ന് കരുതിയിട്ട് വാങ്ങിച്ചതാ. ഒത്തിരി താങ്ക്സ് ട്ടോ. ജോലി തിരക്കിനിടയിലും ശ്രുതി എൻ്റെ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രുതി ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യല്ലേ? അതെ. എന്നിട്ടും ശ്രുതിക്കായിട്ട് ഒന്നും വാങ്ങിക്കുന്നില്ല. അതാ ഞാനിത് വാങ്ങിക്കി തന്നത്. നിന്നെപ്പോലെ സ്നേഹമുള്ളൊരു ഭാര്യ വേറെ ആർക്കും കിട്ടത്തില്ല. ഞാൻ വളരെയധികം ഭാഗ്യവാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ആ പെർഫ്യൂമൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പോവാണ്. എന്നിട്ട് ശ്രുതി പുറകെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ടിട്ട് ശ്രുതി എനിക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ ശ്രുതി ഈ ജോലിക്ക് പോകുന്നത്. സ്നേഹമുള്ള ശ്രുതി കിട്ടി ഞാനും ഭാഗ്യവതിയാണ്. നമ്മൾ ഒരിക്കലും സച്ചേ രേവതിയെ പോലെ ആവരുത്. അതുപോലെ നമ്മൾ ഒരിക്കലും വഴക്കടിക്കരുത്. അയ്യോ, വഴക്കോ? നമ്മൾ തമ്മിൽ എന്ത് വഴക്ക്? അവരെവിടെ, നമ്മളെവിടെ? ശ്രുതി അവരെക്കാളും നല്ല കപ്പിളല്ലേ നമ്മൾ.
ആ എന്തായാലും സുധി എവിടെ പോയാലും ഞാൻ ഇപ്പം തന്നെ പെർഫ്യൂം അടിച്ചിട്ട് വേണം പോവാനായിട്ട്. അതിൻ്റെ വാസന എപ്പോഴും ഉണ്ടാവുന്നത് പോലെ എന്നെക്കുറിച്ചുള്ള ഓർമ്മകളും ഉണ്ടാവണം. നീ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ ചേർത്ത് പിടിക്കുകയാണ്. രണ്ടുപേരും കള്ളത്തരങ്ങളുടെ കൂമ്പാരങ്ങൾ, കള്ളത്തരം കൊണ്ട് കൊട്ടാരം വെച്ചവർ രണ്ടുപേരും കൂടെ ആകുമ്പോൾ ചേരുമല്ലോ. എന്തായാലും പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് എഴുന്നേക്കാനായിട്ട് അവന് സാധിച്ചില്ല കേട്ടോ. 5 മണിക്ക് എഴുന്നേപ്പിച്ചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതിയോട്. പക്ഷേ രേവതിയും കിടന്നുറങ്ങിപ്പോയി. അലാറം ഒന്നും വെച്ചില്ലായിരുന്നു. നേരം വെളുത്തു കഴിഞ്ഞിട്ടാണ് ഇവൻ എഴുന്നേറ്റ് നോക്കുന്നത്. ഈശ്വരാ, നേരം വെളുത്തോ എന്നും പറഞ്ഞ് നോക്കിയപ്പോൾ അവൾ പോത്ത് പോലെ കിടന്നുറങ്ങുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് അവൻ ചാടി എഴുന്നേറ്റ് ടവലും എടുത്ത് പോകാൻ തുടങ്ങുകയാണ് കുളിക്കാനായിട്ടേ. അപ്പോഴേക്കും രേവതി കണ്ണു തുറന്നു കേട്ടോ. സച്ചേട്ടാന്ന് വിളിച്ചപ്പോഴേക്കും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ രാവിലെ വിളിക്കണമെന്ന്. നീ ഇപ്പം ഇത്ര സമയമായി. നീ വിളിക്കുന്ന കരുതിയിട്ടാണ് ഞാൻ അലാറം വെക്കാതിരുന്നത്. സച്ചേട്ടൻ വേഗം കുളിച്ച് റെഡിയാവും, ഞാൻ ചായ ഇട്ടിട്ട് വരാം. എന്തു പറ്റിയൊന്നോ, ഞാൻ കിടന്നുറങ്ങിപ്പോയി എന്നും പറഞ്ഞിട്ട് രേവതി പായൊക്കെ എടുത്ത് വെച്ചിട്ട് ചായ ഇട്ടുകൊണ്ട് വരാനായിട്ട് പോയിട്ടോ. രേവതി ചായയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഇറങ്ങി വന്നു. സച്ചി പറഞ്ഞു, ഞാൻ പോവാ, ഒരു ചായ കുടിച്ചിട്ട് പോ. അയ്യോ ഇപ്പം തന്നെ ലേറ്റായി, ഒരു ചായ കുടിക്കാൻ അധികം സമയമൊന്നും വേണ്ട, എന്നാ കുടിച്ചിട്ട് പോ എന്നും പറഞ്ഞിട്ട് കൊടുത്തു. വൈകുന്നേരം വരുമ്പോൾ കാറ് കൊണ്ടുവരുമോ? കാറ് ഫിനാൻസിൽ പിടിച്ചോണ്ട് പോയില്ലേ, നീ എന്താ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നത്? അല്ല, ഇപ്പോൾ ഒരു വ്യവസായിയുടെ കാർ ഓടിക്കുന്നുണ്ടല്ലോ, ആ കാറ് കൊണ്ടുവരുമെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് രേവതി പറഞ്ഞപ്പോഴേക്കും വിശ്വസിച്ച് അങ്ങനെ വീട്ടിലേക്ക് അവർ തന്നു വിടുമൊന്നുമില്ല. കയറിയതല്ലേ ഉള്ളൂ, മാത്രമല്ല വില കൂടിയ കാറാണ്, അങ്ങനെ തന്നു വിടുമൊന്നുമില്ല. അപ്പോൾ അല്ല ഇപ്പം എങ്ങനെ പോകും? ഏതെങ്കിലും ബസ് കിട്ടുമായിരിക്കും, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ ഒരു കൂട്ടുകാരി, അല്ലെങ്കിൽ രേവതിയുടെ ഒരു അറിയുന്ന ഒരു ആൾ, ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. രേവതിയുടെ വീട്ടിലേക്ക് വരികയാണ്. രേവതിയുടെ വീട്ടിലേക്കല്ല, നമ്മുടെ സച്ചിയുടെ വീട്ടിലേക്ക്. നമിത കയറി വാ. അല്ല, പോവുക എടുത്തു വിടുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ചേച്ചിനെ വിളിക്കുമായിരിക്കും. അല്ല, സച്ചേട്ടൻ എന്താ ഡ്രൈവർ ജോലിക്ക് പോകാതെ ഇങ്ങനെയുള്ള ജോലിക്കൊക്കെ പോകുന്നത് എന്നാ പെൺകുട്ടി ചോദിച്ചപ്പോഴേക്കും രേവതി ഞെട്ടിപ്പോയിട്ടോ. എങ്ങനെയുള്ള ജോലി? ഇപ്പോഴും ഡ്രൈവർ ജോലിക്ക് തന്നെയാണല്ലോ പോകുന്നത്, ഒരു വ്യവസായിയുടെ കാർ ഓടിക്കുക. അയ്യേ അല്ല, സച്ചേട്ടൻ കാറ് കഴുകുന്ന ജോലി ഇപ്പോൾ ചെയ്യുന്നത്. നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത്? ചിലപ്പോൾ അദ്ദേഹം ഓടിച്ച കാറ് വല്ലതും കഴുകിയതായിരിക്കും. അപ്പം ചേച്ചി അറിയാതെ അല്ലേ സച്ചേട്ടൻ ജോലിക്ക് പോകുന്നത്? സച്ചേട്ടൻ കാറ് കഴുകുന്ന ജോലിയാ എന്നും പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. സത്യമാന്നേ ചേച്ചി, എൻ്റെ അച്ഛൻ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനല്ലേ, അവിടെയാണ് കാറ് കഴുകുന്നത്. അച്ഛനാണ് എന്നോട് പറഞ്ഞത്. സച്ചേട്ടൻ എന്താ പറ്റിയേ? ഒന്നുമില്ല, നമിത ചെല്ല. അങ്ങനെ നമ്മുടെ ആ പെൺകൊച്ചിനെ പറഞ്ഞു വിട്ട് രേവതിക്ക് ആകെ സങ്കടമായിട്ടോ. സച്ചേട്ടൻ കാറ് കഴുകാനൊക്കെ പോവേ എന്നോർത്തുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് എന്ത് ജോലി ചെയ്തും സമ്പാദിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് ജോലി മാന്യമായി എന്ത് ജോലി ചെയ്യാനും മടിയില്ലാത്ത നമ്മുടെ സച്ചി, ആ സച്ചി ഇത് ചെയ്തതിൽ ശരിക്കും ഈ ഒരു അവസ്ഥ ഗതികേട് ഒക്കെ ഓർത്തിട്ടാണ് നമ്മുടെ രേവതിക്ക് എന്തൊക്കെ സങ്കടം. സച്ചി അങ്ങനെ കാറ് കഴുകിക്കൊണ്ടിരിക്കുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത്. ആ സമയത്ത് വേറൊരു വലിയ ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. കാറും കൊണ്ട് ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഇച്ചിരി ചാടയും അതൊക്കെ ഉള്ളൊരു മനുഷ്യൻ. ആ പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, എടാ എൻ്റെ ഈ കാറ് കഴുകുക, എന്നിട്ട് എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാണ്. അപ്പം ഞാൻ ഇത് കഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, ഇത് കഴുകിയിട്ട് കഴുകിത്തരാം. അത് മൂർത്തി സാറിൻ്റെ കാറല്ലേ, മൂർത്തി സാറിനെ അങ്ങോട്ട് പോകുമൊന്നും വേണ്ട, റിട്ടയർഡ് ആയതാ. നീ ഒരു കാര്യം ചെയ്ത് എനിക്ക് ഓഫീസിൽ പോകാനുള്ള എൻ്റെ കാർ അങ്ങോട്ട് കഴുകിക്കേ. ശരി സാർ എന്നും പറഞ്ഞിട്ട് കീ വാങ്ങിക്കുകയാണ് കേട്ടോ അവൻ. എന്നിട്ട് അയാൾ വലിയ എവിടെയോ കളിക്കാനും കണ്ടൊക്കെ, ഷട്ടിൽ കളിക്കാനും കണ്ടൊക്കെ പോയിട്ട് വന്നിട്ടാണ്, വേഷവും കണ്ടാലൊക്കെ അറിയാം. എന്തായാലും ഇവൻ അത് കഴുകുകയാണ്. ഇതേ സമയം നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി സെക്യൂരിറ്റിയെ കണ്ട് സുഖമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. സെക്യൂരിറ്റിക്കാരൻ, സുഖമാണ്. അല്ല, നമിത പറഞ്ഞിരുന്നു സച്ചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ശരിയാണോ? സച്ചി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഞാനാ നമിതയോട് പറഞ്ഞത്. സച്ചി ഇവിടെ ജോലി ചെയ്യുന്ന കാര്യം നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? സച്ചിക്ക് എന്നെ അറിയത്തില്ല, പക്ഷെ എനിക്കറിയാമല്ലോ സച്ചിയെ. അവൻ സ്വന്തം കാർ ഓടിച്ചുകൊണ്ടിരുന്നവനല്ലേ, പിന്നെന്താ പറ്റി ഇങ്ങനെ? അപ്പോൾ സച്ചേട്ടൻ എവിടെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കേ അങ്ങോട്ട് ചെന്നാൽ മതി. അങ്ങനെ രേവതി ഓടി ചെല്ലാണ്. അന്നേരം സച്ചി ഇങ്ങനെ കാറ് കഴുകിക്കൊണ്ടിങ്ങനെ നിൽക്കുക. രേവതി ഒരു കാറിൻ്റെ അവിടെ നിന്നിട്ട് ഇതിങ്ങനെ മറിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. സച്ചി ഈ കാറും കഴുകിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആകെ സങ്കടപ്പെട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ആ ഒരു സമയത്താണ് മൂർത്തി സാറെന്ന് പറഞ്ഞിട്ട് ഇപ്പറേ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അവൻ. അപ്പോൾ ആ കാറ് കഴുകാത്ത എന്താണെന്ന് ചോദിച്ചാൽ അയാൾ വന്ന് വഴക്ക് പറയുക കേട്ടോ. സാർ അല്പം കൂടിയുള്ള അത് ഞാൻ കഴുകി തന്നോളാം. അപ്പോൾ ഒന്ന് നോക്കുകയാണ് അയാൾ കഴുകിയതൊക്കെ ശരിയായോ എന്നൊക്കെ. ഇങ്ങോട്ട് വന്നേടം കൂടെ. എന്താ സാർ? അല്പം കൂടി ഉള്ളെന്ന്. ഈ ടയർ കണ്ടില്ലേടോ, മൊത്തം ചെളിയാ. കാറിനകത്ത് താൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? താൻ ഈ ബോണറ്റ് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് അവനെ വഴക്ക് പറയുമോ. താനൊക്കെ എന്തിനാടോ ജോലിക്ക് വരുന്നത്? നോക്ക്, അഴുക്ക് നോക്ക്, ഒന്നും പോയിട്ടില്ല, ഒക്കെ അതേപടിയുണ്ട്. ക്ലീൻ ചെയ്തു പോലും.
നിനക്കൊക്കെ എന്തിനാണ് ഞാൻ കാശ് തരുന്നത് എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുക കേട്ടോ. ആകെ സങ്കടപ്പെട്ട് സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ഇങ്ങോട്ട് തുടച്ചങ്ങോട്ട്, ഇതങ്ങോട്ട് തുടക്കടാ. അപ്പോഴേക്കും സച്ചി ഒന്നും മിണ്ടാതെ അത് തുടയ്ക്കാനായിട്ട് പോവാണ്. നല്ല വൃത്തിയായിട്ട് തുടച്ചണം, അല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. രേവതി ഇതൊക്കെ കണ്ടിട്ട് നിന്ന് പൊട്ടിക്കരയുക. അത് വൃത്തിയായി തുടച്ചതിന് ശേഷം നല്ലതുപോലെ കഴുകി കളയണം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മറ്റേ പുള്ളിക്കാരനകത്തേക്ക് പോയിട്ട് ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി തിരിച്ചിറങ്ങി വന്നു കേട്ടോ. നമസ്കാരം മൂർത്തി സാർ. നമസ്കാരം. എന്തായാലും കാറിൻ്റെ കീ അങ്ങോട്ട് കൊടുത്തു നമ്മുടെ സച്ചി. അയാൾ പോയി കാറ് തുറന്ന് പോകാനൊക്കെ ആയിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചിയോട് ചോദിച്ചു, നോക്കി നിൽക്കാതെ കാറ് കഴുകടാ, തുടക്കടാ എന്നൊക്കെ പറഞ്ഞ അയാൾ ഏതാണ്ട് അടിമയോട് പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതേ സമയം മറ്റേ ആൾ കാറ് തുറന്ന് അതിനകത്ത് മൊത്തം നോക്കുക. അയാളുടെ ഫോൺ അതിനകത്ത് ഇല്ല കേട്ടോ. എന്താ അജിത്തെ ഒരു ടെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ എൻ്റെ മൊബൈൽ ഫോൺ കാണുന്നില്ല. നീ 2 ദിവസം മുമ്പ് വാങ്ങിയ പുതിയ മൊബൈലോ? പഴയ ഫോണാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇതിപ്പോൾ 1.5 ലക്ഷം രൂപയാണ് വില. രാവിലെ ബാഡ്മിൻ്റൺ കളിച്ചിട്ട് വരുമ്പോൾ കാറ് വെച്ചത് ഓർമ്മയുണ്ട്. എന്നാൽ കാറിലൊക്കെ ഒന്നുകൂടെ നോക്കുക. കാറിനകത്ത് ഇല്ലെന്ന് ഞാൻ നോക്കി, നല്ലതുപോലെ നോക്കി. അത് പെട്ടെന്ന് 2 പേരും കൂടെ സച്ചിയെ നോക്കുക. സച്ചി താനെങ്ങോ വന്നെടോ എന്നും പറഞ്ഞ് സച്ചി വന്നു. എടോ, താൻ ക്ലീൻ ചെയ്യുമ്പോൾ കാറിനകത്ത് ഫോൺ ഉണ്ടായിരുന്നോ? ഇല്ല, സാറിൻ്റെ പേഴ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഫോൺ ഞാൻ കണ്ടില്ല, ഉണ്ടായിരുന്നില്ല. സാറ് നോക്ക്, വേറെ എവിടെയെങ്കിലും വെച്ചതായിരിക്കും എന്ന് സച്ചി ഇങ്ങനെ പറയട്ടെ. രേവതി ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതെവിടെയാണ് വെച്ചത്? കാറിനകത്ത് തന്നെയല്ലേ സാറേ? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എടാ അജിത്തെ, എനിക്ക് അവനെ നല്ല സംശയമുണ്ട് കേട്ടോ. അവനോട് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? അപ്പോൾ കുറേ സെക്രട്ടറി, മറ്റേ അസോസിയേഷൻ സെക്രട്ടറിയും ആൾക്കാരും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. നമസ്കാരമൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് വരികയാണ്. ഒരു പ്രശ്നമുണ്ട്, അജിത്തിൻ്റെ ഫോൺ കാറിൽ വെച്ച് മറന്നു, ഇപ്പം കാണാനില്ല. കാറ് ക്ലീൻ ചെയ്യാൻ ഇവനെ ഏൽപ്പിച്ചതാണ്. ഇപ്പം നോക്കുമ്പോൾ കാറിനകത്ത് ഫോണില്ല. സച്ചി ഇതൊന്നും ഓർക്കുന്നു പോലും ഇല്ല കേട്ടോ. സച്ചി അവിടെ പോയി നിന്നിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം അതിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുന്നത്. ആരെങ്കിലും ജോലിക്ക് വെക്കുമ്പോൾ അന്വേഷിച്ചിട്ട് വേണം വെക്കാനായിട്ട്. മുന്നും പിന്നും നോക്കാതെ ആളെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. രേവതി ഇതൊക്കെ കേട്ട് ചങ്ക് പൊട്ടിയാട്ടോ നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ സൂപ്പർവൈസർ പറഞ്ഞിട്ട് ജോലിക്ക് വെച്ച ആളാന്നേ, അവന് പരിചയമുള്ള ആളാണ്. ഇവൻ തന്നെയാണ് ഫോൺ എടുത്തത്. ഇപ്പോൾ ഫോൺ മോഷ്ടിച്ചു. ഇവനെ വിശ്വസിച്ച് അപ്പാർട്ട്മെൻറ്റിൽ കയറ്റിയ ഇവൻ എന്തൊക്കെ മോഷ്ടിക്കില്ല എന്ന് ആർക്കറിയാം. ഇവനെ എടുത്തതെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഇവനെ എടുത്തതെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അവനെ ചെക്ക് ചെയ്താൽ അറിയാലോ. രേവതിയാണെങ്കിൽ എൻ്റെ ഈശ്വര ഇനി എന്ത് ചെയ്യുന്നറിയാതെ സങ്കടപ്പെട്ട് അങ്ങനെ മറിഞ്ഞ് നിൽക്കുന്ന നിൽക്കുക കേട്ടോ. അവൻ വരുന്നുണ്ട്, ചോദിച്ചു നോക്ക്. വെള്ളം എടുത്തുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നു. സച്ചി ഇദ്ദേഹത്തിൻ്റെ കാർ ക്ലീൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഫോൺ ഉണ്ടായിരുന്നില്ലേ? എന്താ സാർ ഇങ്ങനെ? ഞാൻ എടുത്തോന്ന് സംശയമുണ്ടോ? അപ്പോഴേക്ക് മൂർത്തി പറഞ്ഞു, സംശയമൊന്നുമല്ല, നീ എടുത്തു എന്ന് ഉറപ്പാ. സച്ചിക്ക് കല്ലി വരുന്നുണ്ട് കേട്ടോ. മോഷ്ടിക്കേണ്ട ഗതികേട് എനിക്കില്ല, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാ. നിങ്ങളുടെ ഫോൺ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര നാളും ഇവിടെ നിന്ന് ഒരു സാധനം പോയിട്ടില്ല. നീ വന്നു 2ാമത്തെ ദിവസം ഈ ഫോൺ മോഷണം പോയി. കാറ് വെച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ വിലയേറിയ ഫോണാണ് ഇപ്പം കാണാനില്ല. നീ അല്ലാതെ പിന്നെ ആരെടുക്കാനാ? സച്ചേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് രേവതി അവിടെ നിന്ന് പുറപുറുക്കുന്നുണ്ട്. കൈ നീട്ടി മേടിക്കാൻ പോലും എനിക്ക് മടിയാ, പിന്നെ അന്യൻ്റെ മുതലേ മോഷ്ടിക്കുന്നത്. ഫോൺ നിങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ കാണും, ചെന്ന് നോക്ക്. നിന്നെ തന്നെ ഞങ്ങൾക്ക് സംശയം എന്നാ ഓണർ കൂടി പറഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കൺട്രോൾ പോയിട്ടോ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. സി യോഗി, താങ്ക് യു.